വെറുതെ ഇരിക്കുകയാണ് ഗൈസ്, ഒരു പണിയില്ല. എന്റെ പുതിയ കൂളിംഗ് ഗ്ലാസ് കൊള്ളാവോ? സന്ധ്യക്ക് ഈ ഫോണിൽ തോണ്ടി ഇരിക്കാതെ ഒന്ന് നാമം ചോദിച്ചാൽ എന്താ അഭി? അതുകൊണ്ടെന്താ കാര്യം? പ്രയോജനം എന്താണെന്ന് ഞാൻ പറഞ്ഞ നിനക്കെന്നല്ല ആർക്കും ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ ഉത്തരം പറയാതെ രക്ഷപ്പെടാൻ എളുപ്പമുണ്ടല്ലോ അല്ലേ കള്ളി? ഞാൻ ഉത്തരം പറയാതെ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോവാനാ? എന്നാ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നാമം ചൊല്ലിയാൽ എന്താണ് പ്രയോജനം അറിയാൻ നീ ഒരു 3 മാസം ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്ക്. എന്നിട്ട് ഒരു പ്രയോജനവും തോന്നില്ലെങ്കിൽ നിർത്തിക്കോ. അപ്പൊ പിന്നെ നിനക്ക് നിന്റെ അനുഭവത്തിൽ നിന്റെ കാര്യം മനസ്സിലാവുമല്ലോ. ഈ ബുദ്ധിയൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? കുഞ്ഞി തലകത്താണോ? എടാ ഞാൻ വെറുതെ പറഞ്ഞല്ല, നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അതൊക്കെ നോക്കാം, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ആദ്യം അതൊന്ന് പറഞ്ഞു തരണം. എന്താ സംശയം? അത് ഈ ദേവിക്ക് ഒരുപാട് ഭാവങ്ങളും പേരുകളും ഉണ്ടല്ലോ. അത് ലക്ഷ്മി, ദുർഗ, ഭദ്ര, സരസ്വതി, പാർവതി, പരാശക്തി, അങ്ങനെ കുറെ ഉണ്ടല്ലോ. അപ്പൊ എന്തിനാ ഇത്രയും പേര്? എല്ലാം ഒന്ന് തന്നെയല്ലേ? ഈശ്വരനെല്ലാം ഒന്ന് തന്നെ. പക്ഷേ മനുഷ്യരാരും ഒരുപോലെ അല്ലല്ലോ. എല്ലാവർക്കും വേറെ വേറെ ചിന്തകളും പല തരത്തിലുള്ള ഇഷ്ടങ്ങളും ഇഷ്ടയില്ലായ്മകളും ഉണ്ട്. അതുകൊണ്ട് ഓരോ മനുഷ്യർക്കും അവരുടെ സ്വഭാവത്തിലും ഇഷ്ടത്തിനും ചേരുന്ന രീതിയിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പല പേരുകളിലും ഭാവങ്ങളിലും ഈശ്വരന്മാരും ഉണ്ടായി. ചോദിക്കട്ടെ, അവിടെ ഇരിക്കും. ബാക്കി പറ. അതുമാത്രല്ല, ദേവീ രൂപങ്ങൾക്ക് വേറെയും പ്രത്യേകതയുണ്ട്.